നേർക്കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ചുമർ ചിത്ര കലാകാരനും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ചുമർ ചിത്ര വിഭാഗം അധ്യാപകനുമായ ശ്രീ സാജു തുരുത്തിലിനെയാണ്. സർ, കേരളത്തിൽ സ്വാഭാവികമായും മോഡേൺ ആർട്ടിനാണ് അനന്തമായ സാധ്യതകളുള്ളത്. ഈ സാഹചര്യത്തിൽ അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ചുമർ ചിത്ര വിഭാഗത്തെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചുമർ ചിത്രകലയെ ഇങ്ങനെ ഉപാസിക്കാനിടയായ സാഹചര്യം എന്ന് വിശദീകരിക്കാറ്? കേരളത്തിന്റെ തനത് ചിത്രകലാ ശൈലി എന്ന് പറയുന്നത് ചുമർ ചിത്രകലയാണ്. ഏകദേശം BC 2-ാം നൂറ്റാണ്ട് തുടങ്ങി AD 2-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്ത് ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരു കലാശാഖ ഒരു AD 2-ാം നൂറ്റാണ്ട് തുടങ്ങി കേരളത്തിൽ 8-ാം നൂറ്റാണ്ട് തുടങ്ങി കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ഏകദേശം 14-ാം നൂറ്റാണ്ട് വരെ 18-ാം നൂറ്റാണ്ട് വരെ ശരിയായ സുവർണ കാലഘട്ടം രേഖപ്പെടുത്തുന്ന ഒരു വിധിയിലാണ് ചുമർ ചിത്രകലകളുള്ളത്. പക്ഷെ നമ്മുടെ ഗതികേട് കൊണ്ടോ എന്തോ ഒരു വൈദേശിക ചിത്രകലയുടെ തുടർച്ച ഇവിടെ വന്നപ്പോൾ കേരളീയ ചിത്രകല നശിക്കുകയാണ് ഉണ്ടായത്. വീണ്ടും ഇതിന്റെ ഒരു ഉണർത്തെഴുന്നേൽപ്പിന്റെ ഒരു തുടക്കത്തിലാണ് ഞാനെല്ലാം ഈ ചിത്രകല തെരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ആ ഇടയ്ക്ക് ഗുരുവായൂർ ദേവസ്വത്തില് 5 വർഷത്തിന്റെ ചുമർ ചിത്രകല കോഴ്സ് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് താല്പര്യം തോന്നിരുന്ന ഒരു കലാശാഖ വീണ്ടും പുനർജനിക്കുന്നു എന്നൊരവസ്ഥയിൽ ആദ്യ ബാച്ചിൽ തന്നെ അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇത്രമാത്രം സാധ്യതകളോ ഒന്നും കണ്ടിരുന്നില്ല. പക്ഷെ പിന്നീട് വളരെ ക്യാച്ചിങ് ആയ രീതിയിലേക്ക് ഈ ചുമർ ചിത്രകല എത്തുകയാണ് ഉണ്ടായത്. അപ്പൊ ചുമർ ചിത്രകലയുടെ നവോത്ഥാന കാലഘട്ടം നമുക്ക് ഈ സമയത്ത് വിലയിരുത്താം. തീർച്ചയായിട്ടും ശരിക്കും അങ്ങനെ തന്നെയാണ് വന്നത്. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച ഒരു കാരണമാണ് ഈ ഗുരുവായൂർ ദേവസ്ഥന്റെ കോഴ്സ് തുടങ്ങി എന്നുള്ളത്. ഒരുപക്ഷെ ഇത് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു വലിയൊരു കലാശാഖ തന്നെ പാടെ നഷ്ടമാകുമായിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ മോഡേൺ പെയിന്റിങ്ങിന് കിട്ടുന്ന ഒരു വിമർശനം, ഒരു വിലയിരുത്തല് ഈ ചുമർ ചിത്രകലയ്ക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. അത് ജനങ്ങൾക്കുള്ള ഒരു അബദ്ധധാരണയാണോ അതോ അറിവില്ലായ്മയാണോ? അല്ല, അതിന് ഈ രീതിയിൽ ഒരിക്കലും വിലയിരുത്താനും പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് ശരിക്കും പാടെ നഷ്ടമായി പോയിരുന്ന ഒരു കലാശാഖ തിരിച്ചുവരവ് നടത്തുകയാണ്. ഈ തിരിച്ചുവരവ് നടത്തുക എന്ന് പറഞ്ഞാൽ ഏകദേശം 10 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഏതൊരു കലാശാഖയ്ക്കും 10 വർഷം കൊണ്ട് ഉണ്ടാകാവുന്ന നേട്ടത്തിനേക്കാൾ എത്രയും ഇരട്ടി ഇപ്പൊ ഈ ചുമർ ചിത്ര കലാശാഖ നേടിയിരിക്കുന്നു. അല്ല, നമ്മൾ ഇതിനിടയ്ക്ക് നേരത്തെ പറഞ്ഞു ഇതിന്റെ ഒരു നവോത്ഥാനമാണെന്ന് പറഞ്ഞല്ലോ. അതെ, ഇതിന്റെ വളർച്ചയ്ക്കിടയ്ക്ക് എവിടെയോ വെച്ച് ഈ ചുമർ ചിത്ര കലാവിഭാഗം നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാനിടയായ സാഹചര്യം ഈ ആധുനിക ചിത്രകലയുടെ അല്ലെങ്കിൽ ആധുനിക ചിത്രകലയോടുള്ള അന്ധമായ അഭിനിവേശമാണോ? അല്ല, ഇന്ന് കാണുന്ന ഈ കലയോടുള്ള സ്നേഹം ഒരു പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. വേറൊരു ആംഗിളിൽ അതിന് കമേഴ്സ്യലോ മറ്റൊരു രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് കേരളത്തിന്റെ തനത് ശൈലിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന കേരളീയ ചിത്രകാരന്മാര് പെട്ടെന്ന് എവിടെയും ഒരു പുതിയ അധിനിവേശത്തെ കൈനീട്ടി വാങ്ങുന്ന ആ ഒരു താല്പര്യം ചിത്രകലയിലും വന്നിരുന്നു. ഇപ്പൊ രവിവർമ്മ പീരീഡില് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ക്യാൻവാസും ഏറ്റവും നല്ല ചിത്രങ്ങളും ഏറ്റവും നല്ല പെയിന്റും എല്ലാം ബ്രഷും ഇതെല്ലാം കിട്ടുമായിരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് വൈദേശിക പ്രവണതയെ 2 കൈ നീട്ടി സ്വീകരിച്ച രവിവർമ്മയായിരുന്നു. രവിവർമ്മ ആ ചിത്രകലാ ശാഖയെ ജനകീയവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം വരച്ചിരുന്ന ചിത്രങ്ങള് പ്രിന്റോഗ്രാഫികളായിട്ട് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു. സ്വാഭാവികമായിട്ടും ഈ സാധാരണക്കാരൻ ആ കാലഘട്ടം വരെ കേരളത്തിന്റെ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു ചിത്രകല ശൈലിയായിരുന്നു ചുമർ ചിത്രകല. ഈ സാധനത്തെ ജനകീയമല്ലായിരുന്നു ആ കാലഘട്ടം. കാരണം നമ്മുടെ ഈ നേരത്തെയൊക്കെ സാഹിത്യം ചില വരേണ്യവർഗത്തിന്റെ ചിത്രകലയും ഒരു മേലാള വർഗത്തിന്റെ ചുറ്റുപാടിൽ മാത്രമായിരുന്നു ചുമർ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് ക്ഷേത്രങ്ങളിലും പള്ളികളിലും കൊട്ടാരങ്ങളിലും മാത്രം. ഈ മൂന്നിടത്തും തന്നെ സാധാരണക്കാരന് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ചിത്രകല ജനകീയം ആവാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ വന്ന സമയത്തായിരുന്നു രവിവർമ്മ ഈ ചിത്രകലാ ശൈലിയെ, മോഡേൺ ചിത്രകലാ ശൈലിയെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. ഈ സരസ്വതിയും ഇന്ന് കാണുന്ന സരസ്വതിയും വിഷ്ണുവും പരമശിവനും എല്ലാം അദ്ദേഹത്തിന്റെ ശൈലിയിൽ ജനങ്ങളിലേക്ക് എത്തി. 2 കൈ നീട്ടി വാങ്ങും ജനം. അതൊരു കാലത്തിന്റെ മാറ്റമായിരുന്നു. പിന്നെ അതുകൂടാതെ കലാകാരന്മാര് ഈ ഒരു മ്യൂറൽ ചിത്രം വരക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ ചുമര് സെറ്റ് ചെയ്യണം, കളർ ഉണ്ടാക്കിയെടുക്കണം. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് റെഡിമെയ്ഡ് ആയിട്ട് കളറുകൾ
അന്ന് വിൽസനാനൂട്ടിന്റെ കളറുകളൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കലാകാരന്മാരും അങ്ങോട്ട് പോയി. എളുപ്പത്തിന്റെ ഒരു വസ്തുത, ഇതിൽ ഒരുപാട് ത്യാഗത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ കടകളിൽ ലഭ്യമാവുന്ന രീതിയിൽ കളറുകളും മറ്റു സാധനങ്ങളും വരുമ്പോൾ കലാകാരന്റെ പക്ഷത്തു നിന്ന് അങ്ങനെ ഒരു അന്വേഷണം കൂടി വന്നു. അപ്പൊ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോ ഈ കലാശാഖ മെല്ലെ 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 പുറകോട്ട് പോയി. അപ്പൊ രാജാരവിവർമ്മയ്ക്ക് ഒരു പിന്തുടർച്ചക്കാരില്ലാതെ പോയതാണോ? രാജാരവിവർമ്മക്കും അതല്ലെങ്കിൽ ആ ചൂട് പിടിച്ചു വരുന്ന അന്വേഷണാത്മകമായ ഒരുപാട് KCS പണിക്കരെ പോലുള്ളവരും മറ്റു ഒരു നിരവധി ആർട്ടിസ്റ്റുമാരെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഇതെന്നും മാറ്റങ്ങളാണല്ലോ. ഇപ്പൊ ആർക്കിടെക്ചർ ഇതിന് മാറിപ്പോയില്ലേ നമ്മുടെ കേരളത്തിലെ ഒരു കാലഘട്ടത്തിലുണ്ടായ കേരളത്തിന്റെ തനത് വാസ്തുവിദ്യ മാറിയിട്ട് ഇപ്പൊ വീണ്ടും തിരിച്ചുവരവ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഒരു തിരിച്ചുവരവ് മാത്രമായിരിക്കാം ചുമർ ചിത്രങ്ങളിലും ഉള്ളത്. കാരണം ഒരുപാട് മോഡേൺ ശൈലികൾ കണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് പാട് വ്യത്യസ്തമായിട്ട് വീണ്ടും പഴയത് തന്നെ എങ്കിലും വ്യത്യസ്തമായിട്ട് തോന്നാവുന്ന ഈ കലാശാഖ തിരിച്ചുവരവ് നടത്തി. ഏത് നവോത്ഥാനം ഉണ്ടാകുമ്പോഴും അതിന്റെ മറുഭാഗത്തൊരു തകർച്ച ഉണ്ടാകാറുണ്ട്. ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ല. ചുമർ ചിത്രകലയിൽ നവോത്ഥാനം ഉണ്ടാകുമ്പോൾ മറ്റ് ചിത്രകലയുടെ തകർച്ച എന്ന് പറയാൻ പറ്റൂല. കാരണം ഒരു കലയാണല്ലോ, തകർച്ചയല്ല. ഒരു വിഭാഗം ആൾക്കാർ ഇതുവരെ കാത്തിരുന്നത് പോലെ ഇതിലേക്ക് വരുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് പ്രകടമായിട്ട് അറിയുന്നുണ്ട്. അന്വേഷണം ഇപ്പോ ചുമർ ചിത്രങ്ങൾ കാണാനും വാങ്ങുവാനും നിരവധി പേര് വരുന്നുണ്ട്. അപ്പോ അത് ഒരു വിജയമാണ്. അതായത് ഈ ചിത്രങ്ങൾ വാങ്ങുവാൻ ആളുകൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇതിന്റെ അനന്ത സാധ്യത മാർക്കറ്റിംഗ് ആണ് നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ, ഈ മാർക്കറ്റിംഗിന് പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ തനത് ശൈലിയിൽ നിന്ന് വിട്ടുപോകുന്നു എന്നൊരു ആക്ഷേപം ഈ അടുത്ത കാലത്ത് ഉയർന്നു നിൽക്കുകയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ചുമർ ചിത്രകലയ്ക്ക്. കാരണം അത് കച്ചവട തന്ത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ആ പുരാവൃത്തത്തെ അല്ലെങ്കിൽ ആ പൈതൃകത്തെ മറന്നുകൊണ്ട് ഈ ചുമർ ചിത്ര വിഭാഗം ഒരു പ്രത്യേക വിങ് പ്രവർത്തിക്കുന്നു എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുണ്ട്. കാരണം വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്തുണ്ടാക്കിയാലും, അറ്റ്ലീസ്റ്റ് ഇരുമ്പുണ്ട ഉണ്ടാക്കിയാൽ പോലും അതിലും തട്ടിപ്പുണ്ടാവും. ചുമർ ചിത്രങ്ങൾ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു തട്ടിപ്പിൽ ചെയ്യാവുന്ന ഒരു സാധനമല്ല. അതിന്റെ യഥാർത്ഥ രീതിയിലേക്കൊക്കെ വരുമെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഒക്കെ അനുഷ്ഠിച്ചിട്ടാണ് ചിത്രങ്ങൾ വരച്ചെടുക്കാൻ പറ്റുന്നത്. അതൊരു പാരമ്പര്യ ശൈലിയാണ്. പക്ഷെ പാരമ്പര്യ ശൈലി ഇന്ന് ആവശ്യക്കാരന് വളരെ കുറച്ച് മതി എന്നേ പറയുള്ളൂ. ഒരു ചിത്രം സാധാരണഗതിയിൽ പാരമ്പര്യ ശൈലിയിൽ വരക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മാസം, ഇപ്പൊ ഇത്രയുള്ളൊരു ചിത്രം തന്നെ വരക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മാസം 1.5 മാസം നിൽക്കേണ്ടത് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എനിക്ക് ഒരാഴ്ച കൊണ്ടൊരു ചിത്രം വേണമെന്ന് പറഞ്ഞാൽ ആ ശൈലിയിലേക്ക് നമ്മൾ വരുന്നു. അത് മെനക്കെടാൻ കലാകാരനും തയ്യാറാവുന്നില്ല, വാങ്ങാൻ വരുന്നുണ്ട്. പക്ഷെ അത്തരം ആൾക്കാരും ഉണ്ട്. ഇപ്പൊ MNF ആർട്ട് ഗാലറിയിലൊക്കെ ചിത്രം വരക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കേരളത്തിന്റെ തനത് സാധനം തന്നെ വേണമെന്നാണ്. തമിഴ്നാട്ടിലെ നമ്മൾ ചിത്രങ്ങൾ വിൽക്കുവാൻ ചിത്രങ്ങൾ ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് കേരളത്തിന്റെ തനത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പണം എത്രയും മുടക്കാൻ തയ്യാറുമാണ്. അവിടെ ഒരു പ്രശ്നമില്ല. യൂറോപ്യൻസ് തന്നെ ഇപ്പോ നെല്ലിയാമ്പതി പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് 4 കെട്ട് പൊളിച്ച് അവിടെ കൊണ്ടുപോയി റീസെറ്റ് ചെയ്തിട്ട് അതിൽ ചുമർ ചിത്രം വരപ്പിച്ചിട്ടുണ്ട്. പക്ക ട്രഡീഷൻ തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതല്ലാതെ നമ്മുടെ നാട്ടുകാരാണ് എനിക്ക് 10 ദിവസം കൊണ്ടൊരു ചിത്രം വേണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ട്രഡീഷണൽ സ്റ്റൈലിൽ നിന്ന് വിട്ടുപോകും. പിന്നെ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ മാത്രം ഉത്പാദിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെ ഒരു വ്യാവസായിക പ്രാധാന്യം ഇതിലേക്ക് ഇപ്പൊ പോകുന്നുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ നിങ്ങൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും കാണുന്നത് കേരളത്തിന്റെ തനത് ചിത്രങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും നാൾ കൊണ്ട് നേടിയെടുത്ത സാധനമാണ്. ഇതില് മറ്റുള്ള നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ പക്ക ബിസിനസ് ഇല്ലേ എന്തായാലും. പാരമ്പര്യ ചിത്രരചനയിൽ ചില കടുത്ത നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന് നിറം പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പൊ സാറ് രംഗത്ത് ചില പരീക്ഷണങ്ങൾ നടത്തിയായിട്ട് അറിഞ്ഞു, പുതിയ നിറമുണ്ടാക്കാനുള്ള ചില ശ്രമം നടത്തിയത്. എന്താണ് അതിനൊരു പ്രചോദനം? അല്ല, ആകെ ഈ ചുമർ ചിത്രത്തിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിന് നിന്നുകൊണ്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ചിത്രകലാ ശാഖയിൽ ഒരുപാട് വളർച്ച പ്രാപിച്ചവരാണ്. അപ്പൊ അങ്ങനെ നിന്നുകൊണ്ട് ഈ 5 കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ കളറുകളുടെ അന്വേഷണം വന്നു. അപ്പൊ ഈ അടക്കയുടെ നീരുണ്ടല്ലോ, പഴുത്ത അടക്കയുടെ നീരും നമ്മുടെ വെറ്റിലുള്ള നീരും കൂടി തളിർനാമ്പിന്റെ നീരും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വ്യത്യസ്തമായ ഒരു നമ്മളെ ചുമർ ചിത്രത്തിൽ അത്തരം കഥാപാത്രങ്ങൾ വരുന്ന യക്ഷി അങ്ങനെയുള്ള സുരസുന്ദരിമാരെയൊക്കെ വരക്കാനായിട്ട് ഒരു തളിർനാമ്പിന്റെ കളറാണ് വർണ്ണിച്ച് പറയുന്നത്. അപ്പൊ ആ നിറങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഈ കളർ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആസാദുലാകം അതിനെങ്ങനെ വിലയിരുത്തുന്നത്? പുതിയ പരീക്ഷണത്തെ പാരമ്പര്യ ഒന്ന് പോയിന്നോ വിമർശനം? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ ഒരു കളർ ഉണ്ടാവുന്നല്ലോ, അത്ര അതിനെ കണ്ടിട്ടുള്ള ആരും. ആ ഒരു നിറത്തെ ശരിക്കും ഈ മാമൂലുകളെ അങ്ങനെ പിന്തുടരുന്ന ആൾക്കാർ ചിലപ്പോ ഇങ്ങനെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകുമോ?
അത്തരം ഒരു സ്വീകരണത്തെ കുറിച്ച് ഒരു ആർട്ടിസ്റ്റ് ചിന്തിക്കുന്നില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻ വീണ്ടും ഉണ്ടാവുള്ളൂ. കാരണം ചുമർ ചിത്രത്തിന് തന്നെ ഒരു കാലഘട്ടത്തില് ഒരുപാട് നിശ്ചിതമായ രേഖകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇപ്പൊ ധ്യാന ശ്ലോകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചുമർ ചിത്രം വരക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നത്. കേരളത്തിലെ ആറ്റം തുടങ്ങി ഈയറ്റം വരെ നിലനിൽക്കുന്ന ചിത്രങ്ങളിൽ പൊതു സ്വഭാവം അത് തന്നെയാണ്. ധ്യാന ശ്ലോകങ്ങളിൽ അധിഷ്ഠിതമായ ഇല്ലസ്ട്രേഷൻ വർക്കാണ് ചുമർ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തം അതുപോലെ തന്നെ വർണ്ണങ്ങളിൽ ഇപ്പൊ സാത്വിക ഗുണം, തമോ ഗുണം, രജോ ഗുണം എന്ന് പറയുന്ന ത്രിഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരുന്നു ആ കാലത്ത് ചിത്രകാരന്മാർ വരച്ചിരുന്നത്. അത് അതിന്റെ ഒരു ലിമിറ്റേഷനാണ്. കാരണം ഇപ്പൊ ഈ ഇരിക്കുന്ന ചിത്രം ഞാൻ ഒരിക്കലും ധ്യാന ശ്ലോകത്തിൽ വരച്ചതല്ല. ഇതൊരു കഥാസന്ദർഭത്തെ എന്റെ മനസ്സിലെ ആവിഷ്കരണം മാത്രമാണത്. മറിച്ച് ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ചിത്രങ്ങളും കാസർഗോഡുള്ള ഒരു ക്ഷേത്രത്തിലെ ചിത്രങ്ങളും വളരെ സമാനത വരുന്നത് ആ ചുമർ ചിത്രകലയിൽ പണ്ട് ധ്യാന ശ്ലോകങ്ങളിൽ ഇപ്പൊ വിഷ്ണുവിനെ കുറിച്ചോ ഗണപതിയെ കുറിച്ചോ പറയുന്ന ഒരു ധ്യാന ശ്ലോകത്തിൽ കൃത്യമായ അതിന്റെ രൂപം ഉണ്ടാവും. ആ രൂപം വരയ്ക്കാൻ അറിയുന്ന ആര് വരച്ചാലും അതിന്റെ വർണ്ണവും രൂപവും എല്ലാം അത് കൃത്യമായി പറയുമ്പോൾ ആ ചിത്രം തന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇത് വരുന്നു, ആവർത്തന സ്വഭാവമുള്ളതായി വരുന്നു. അതിന് വ്യത്യസ്തമാവണം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ചുമർ ചിത്ര ശൈലിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ശൈലിയിലുണ്ട്. അജന്ത ശൈലി ഒരു സ്റ്റൈലാണ്. അജന്ത ഇപ്പൊ കേരള പക്ക ട്രഡീഷണൽ ഇന്ത്യയുടെ തുടങ്ങുന്നത് അജന്തയിലാണ്. അപ്പൊ അജന്തയിൽ കാണുന്ന ആ ശൈലിയിൽ നിന്ന് വളരെ കണ്ണുകളുടെ ഭാവത്തിൽ, വർണ്ണങ്ങളുടെ കാര്യത്തിലെല്ലാം വളരെ വ്യത്യസ്തമാണ് കേരളത്തിൻ്റെത്. പക്ഷെ ഒരു സമാനതയുണ്ട്. ബാഗ്, ചിത്രനാവാസല്, ലബാഷി, ഇങ്ങനെ തഞ്ചാവൂര്, നായിക്ക പീരീഡിലുള്ള കുറെ ചുമർ ചിത്രങ്ങൾ, ചോള പീരീഡിലുള്ള കുറെ ചുമർ ചിത്രങ്ങൾ, ഇതൊക്കെ വ്യത്യസ്ത തരംഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഭാഷാദേശാതിഥികൾക്ക് അതീതമായി വരുന്ന ഒരു തരം കലയുടെ ഒരു സങ്കലന സ്വഭാവമാണ് അത്. ശരിക്കും ഒറ്റ നോട്ടത്തില് ഇതല്ലെങ്കിലും ഒരു ഡീപ്പായ ഒരു സ്റ്റഡി നടത്തുമ്പോൾ ഇത് പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. അല്ലാതെ അത് ട്രഡീഷന്റെ ഒരു ഭാഗമാണത്. സാറിപ്പോ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പോയി വരച്ചിട്ടുണ്ട്. കുരുക്ഷേത്രത്തിലെ ഒരു ചിത്രപ്രദർശനം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ ഒരു ആസ്വാദന രീതിയും നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ആസ്വാദന രീതിയും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം എന്താണ് സാറിന് കാണാൻ കഴിഞ്ഞത്? അത് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇന്ത്യയില് പാരമ്പര്യ കലാകാരന്മാരുടെ ഒരു കലാമേളയായിരുന്നു അവിടെ നടന്നത് ബ്രഹ്മസരോവരത്തിന്റെ തീരത്ത്. അപ്പൊ എന്ന് വെച്ചാൽ ഏകദേശം 150ഓളം ആർട്ടിസ്റ്റുമാർ ഇങ്ങനെ നേരെ ചേർന്നിട്ട് ബ്രഹ്മസരോവരത്തിന്റെ തീരത്തിരുന്ന് വരയ്ക്കുമ്പോൾ അവസാന ദിവസങ്ങളിൽ വരുന്ന ആൾക്കാർ മുഴുവനും കേരളത്തിന്റെ ഈ ശൈലിയെ വളരെ പ്രകീർത്തിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. കേരളത്തിന്റെ മാത്രമല്ല, തഞ്ചാവൂരിന്റെ ഒരു ശൈലിയുണ്ട്, അതും വളരെ ഗംഭീരമാണ്. പിന്നെ മധുബാനി ശൈലിയിലുള്ള ചിത്രങ്ങൾ നല്ലതായിരുന്നു. പിന്നെ മധുബാനി വളരെ വ്യത്യസ്തമായ ഒരു സാധനമാണ്. എങ്കിലും ഇന്ത്യയിലെ പാരമ്പര്യ ശൈലികളെ വെച്ച് നോക്കുമ്പോൾ അതിലെ ഒന്നാം ശാഖ എന്ന് പറയാവുന്ന രീതിയിലേക്ക് വളർന്നിട്ടുള്ള ഒരു ശൈലിയാണിത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ. അപ്പൊ ഈ കേരളീയ ശൈലിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാര്യമായ ശ്രമങ്ങളൊന്നും അക്കാദമിക് തലത്തിൽ പോലും ഇപ്പൊ നടക്കുന്നില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഈ ചുമർ ചിത്രകലാ വിഭാഗം ഒരു പരിധി വരെ ഉയർന്നു വന്നെങ്കിലും ആ ഉയർച്ചയെ അതേപോലെ തന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടി അല്പം കൂടി ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു കാര്യമായ ശ്രമങ്ങളൊന്നും ഒരു ഭരണതലത്തിലോ അക്കാദമിക് തലത്തിലോ കാര്യമായിട്ട് നടക്കുന്നില്ല എന്നൊരു നടന്നിട്ടില്ല. അതായത് ഈ ഒരു 12 വർഷത്തോളമായി 13 വർഷത്തോളമായി കോഴ്സ് കഴിഞ്ഞ് ജനങ്ങളുടെ സ്റ്റുഡൻസ് ഇറങ്ങിയിട്ട് അതിൽ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. പക്ഷെ ഇന്നേ വരെ അക്കാഡമി തലത്തിൽ നിന്ന് മ്യൂറൽസിന് യാതൊരു പരിഗണനയും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഈ വരുന്ന ജഡ്ജിങ് കമ്മിറ്റിക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ അന്നൊന്ന് ശ്രദ്ധിക്കപ്പെടണം. അതായത് 92 എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്ന് അത് മ്യൂറൽസിന് തന്നെയായിരുന്നു. അത് ആകെ ഉണ്ടായ ഒരു സംഭവമാണ് അക്കാഡമി തലത്തിൽ നിന്ന്. പക്ഷെ ഈ വർഷം ആദ്യമായിട്ട് ഒരു മ്യൂറൽ ക്യാമ്പ് ഇത്തവണത്തെ കമ്മിറ്റി സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത്. മ്യൂറലിലെ കലാകാരന്മാരെ മാത്രം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ആദ്യമായിട്ട് വരുന്ന ഒരു പരിപാടി ഇതാണ്. അക്കാഡമി തലത്തിൽ നിന്നും മ്യൂറൽസിനോടുള്ള ഒരു സ്നേഹ സ്വഭാവം കാണിച്ചിരിക്കുന്നത് ഈ വർഷത്തിൽ ആദ്യമായിട്ടാണ്. ഒരു വർഷം ഇനി മാറി മാറി വരുന്ന അവരുദ്ദേശിക്കുന്നതിനേക്കാളേറെ ചുമർ ചിത്രത്തിന് കേരളത്തിൽ ഈ വേരോടാൻ കഴിയുന്നു എങ്കിൽ ഒരു പക്ഷെ അവര് നമ്മളെ കൈനീട്ടി വാങ്ങുമായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും ഒരു അധകൃത സ്വഭാവത്തിലാണ് നമ്മൾ ഈ ചുമർ ചിത്ര കലാകാരന്മാരെ കാണുന്നത്. ഇതിനകത്തേക്ക് ഇപ്പോ പഠിക്കുവാൻ വേണ്ടി, അതായത് ചുമർ ചിത്രകലയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സ്വന്തം മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്തേക്ക് കുട്ടികൾ വരുന്നുണ്ടോ?
തീർച്ചയായിട്ടും നിരവധി കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പൊ ഗുരുവായൂർ ദേവസ്ഥത്തിൽ തന്നെ വർഷത്തില് 10 പേര് വരുന്നുണ്ട്. നമ്മുടെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോൾ തന്നെ ഒരു 60ഓളം വിദ്യാർത്ഥികൾ മ്യൂറൽസിൽ തന്നെ പഠിക്കുന്നുണ്ട്. മ്യൂറൽസും പെയിന്റിങ്ങും കൂടി. പിന്നെ ചെങ്ങന്നൂര് വാസ്തു വിദ്യാഗുരുകുലത്തിലെ വിദ്യാർത്ഥികളുണ്ട്. ശരിക്കും അന്വേഷണാത്മകമായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഇതിലേക്ക് തിരിയുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പഠിക്കാൻ വരുന്നതിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരിക്കും. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രായോഗിക പ്രശ്നം ഉടലെടുക്കുന്നത് ഈ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് അക്കാദമിക് തലത്തിൽ നമുക്ക് എന്ത് ഉറപ്പ് നൽകാൻ സാധിക്കും? അത്തരം കാര്യങ്ങൾ വീണ്ടും ഉള്ളൊരു ചർച്ചയിലൂടെ മാത്രമേ അത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ശരിക്കും പറഞ്ഞ വിദ്യാർത്ഥികളെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇറങ്ങുന്നത് ആരും തന്നെ ജോലി സ്വപ്നം കണ്ടുകൊണ്ടൊന്നുമല്ല, ഒരു കലാകാരൻ എന്നുള്ള ഭാവന തന്നെ. പക്ഷെ കൂടുതൽ വിദ്യാർത്ഥികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ മറ്റുള്ള വിദ്യാഭ്യാസത്തെ പോലെ തന്നെ വരും. അങ്ങനെയാണല്ലോ എല്ലാ എഡ്യൂക്കേഷന്റെ നയങ്ങൾ വരുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ അക്കാഡമി തലത്തിലുള്ളതും ഗവൺമെന്റിന്റെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൂടി സഹകരിച്ചിട്ട് ഇതിനൊരു നിലവാരം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരുമല്ലോ. അക്കാഡമിക് തലത്തിൽ ഇപ്പൊ ചെയ്തു വരുന്നത് പോലെ ഒരു സമയബന്ധിത കോഴ്സായിട്ട് ചിത്രരചന പഠനം നടത്താൻ പറ്റുമോ? അതൊരു ഗുരുകുല സമ്പ്രദായത്തിൽ ഞാൻ കഴിഞ്ഞത് ഗുരുകുല ശൈലിയിലായിരുന്നു. 5 വർഷത്തെ കോഴ്സ് ഗുരു അവിടെ നിന്നുകൊണ്ട് ഗുരുവിന്റെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു തരം കോഴ്സായിരുന്നു. പക്ഷെ അതിന് അത്രത്തോളം ഇപ്പോഴും ഗുരുവായൂർ നടക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ റെഗുലർ കോഴ്സുകളെ പോലെയുള്ള സ്വഭാവമേ അതിന് നിലനിൽക്കുന്നുള്ളൂ. ശരിക്കും ചുമർചിത്രങ്ങളെ ശരിക്കും എനിക്ക് തോന്നുന്നത് ഗുരുകുല സ്റ്റൈലിൽ തന്നെയുള്ള ഒരു അർപ്പണബോധം വരണമെങ്കിൽ, പക്ഷെ കാലം മാറുന്നതനുസരിച്ച് ആവശ്യക്കാരുടെ സ്വഭാവം മാറുന്നതനുസരിച്ചും വേണമെങ്കിൽ അതിനൊരു മോഡേൺ കോഴ്സായിട്ട് അതൊക്കെ പ്രത്യേകിച്ച് ഗുരുകുല സമ്പ്രദായത്തിലുള്ള പഠനമാണ് വേണ്ടത്. ഇപ്പൊ നമ്മുടെ ഈ സംസ്കൃത സർവകലാശാല പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ചുമർ ചിത്രകല പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പൊ കുട്ടികൾ തന്നെ പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9 തുടങ്ങി 3 മണി വരെ ക്ലാസ്. ഈ ക്ലാസ്സിനിടയ്ക്ക് പലപ്പോഴും അധ്യാപകര് ലീവിലായിരിക്കും, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ വേണ്ടി പുറത്തെവിടെയെങ്കിലും പോയിക്കായിരിക്കും. അപ്പൊ വിദ്യാർത്ഥികൾ അവിടെ വരും, അധ്യാപകൻ പറയും അവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭിത്തിയുണ്ട്, ഭിത്തിയിൽ നിങ്ങൾ വരച്ച് പരിശീലിച്ചോളൂ, തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തിത്തരാം. ഈ ഒരു സമ്പ്രദായം സംസ്കൃത സർവകലാശാല വ്യാപകമായിട്ടുണ്ടാകുന്നുണ്ട് എന്നും അവസാനം കുട്ടികൾ ജയിക്കാൻ നേരത്തെ പരീക്ഷാ സമയത്ത് അധ്യാപകരുമായുള്ള ചില ധാരണ പുറത്ത് കുട്ടികളെ ജയിപ്പിച്ചു വിടുകയാണ് എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞു നടക്കുന്നു. അധ്യാപകൻ എന്ന നിലയിൽ സാറിന് ഇതിനെ എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? ഇതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും വിദ്യാർത്ഥികൾ പറയുന്ന ഒരവസ്ഥയാണ്. പിന്നെ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഇത് വളരെ കൗതുകരമായ അവസ്ഥയാണ്. ഇപ്പൊ ഇന്ന് ഒരു എക്സാം നടക്കുകയാണെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു ബോർഡും കഷത്തിൽ പിടിച്ചിട്ട് പുറത്തോട്ട് പോകുന്നു വേണമെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്ക് പറയാം. പക്ഷെ ആ വിദ്യാർത്ഥി അവിടെ ചെയ്യുക എന്നത് ശരിക്കും ഔട്ട്ഡോർ സ്റ്റഡിയാണ്. പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ചന്തയുടെ പക്കത്തും തോടിന്റെ പക്കത്തും അല്ലെങ്കിൽ ഏതെങ്കിലും തൈത്തലക്കിലൊക്കെ ഇഴയൊക്കെ നിന്ന് വരക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷിതാവിനെയും അതല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് വലിയൊരു അവകാശമായ ഒരു വസ്തുതയാണ്. പക്ഷെ ആ വിദ്യാർത്ഥി അവിടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന്റെ ചുറ്റും നിൽക്കുന്ന വസ്തുക്കളെയും മറ്റുള്ള കാര്യങ്ങളെയും പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഔട്ട്ഡോർ സ്റ്റഡി എന്നുള്ളത് ഒരു സബ്ജക്റ്റാണ് ഞങ്ങളുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ചുമർ ചിത്രം ഏതെങ്കിലും ഒരു ചുമരുമ കയറി വരക്കാനൊന്നും ഇതേവരെ ആരും അവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വന്നാൽ കാണാവുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വശത്ത് ഒരു ഭിത്തിയില് നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അത് അവന്റെ പഠനം. ചുമർ ചിത്രമാണ് വരക്കുന്നത്, എവിടുത്തെ ചുമരെന്നുള്ളതല്ല, ചുമരുമലെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അതിപ്പോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചുമരില്ലാത്തതാണ് ഇപ്പോ സംസ്കൃത സർവകലാശാല ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആണോ? എനിക്ക് അത് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചുമർ ചിത്രം വരയ്ക്കാൻ പറഞ്ഞുകൊണ്ട് 2 അധ്യാപകര് 2 വിദ്യാർത്ഥികളെ ഒരു ചുമരിലേക്ക് വിടുമ്പോ മോഡേൺ പെയിന്റ് അവിടെ തന്നെ വരയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2 വിദ്യാർത്ഥികളെ വേറെ അധ്യാപനം അങ്ങോട്ടേക്ക് പറഞ്ഞുവിടാണ്. പലപ്പോഴും ഇവർ തമ്മിലുള്ള ക്ലാഷിന്റെ ഫലമായിട്ട് ചുമർ ചിത്രം ഏതാണ്, ആ വരച്ചിരിക്കുന്നതിൽ മോഡേൺ പെയിന്റ് ഏതാണെന്നുള്ള ഒരു ആശയക്കുഴപ്പം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അധ്യാപന ആശയക്കുഴപ്പത്തിന്റെ വസ്തുത തെളിയുന്നില്ല. കാരണം ചുമർ ചിത്രവും മോഡേൺ പെയിന്റിങ്ങും രണ്ടും രണ്ടായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതും ഒരു ഉത്തമ ഉദാഹരണമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു 2 പേര് തമ്മിലുള്ള ടഗിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാനായിട്ട് ഞാൻ പറഞ്ഞ ഒരു സ്ഥലത്ത് വരയ്ക്കാനായിട്ട് വേറൊരു അധ്യാപകൻ വേറൊരു വിദ്യാർത്ഥി ഇതുവരെ പറഞ്ഞു വെച്ചിട്ടില്ല. അതൊരു വ്യക്തി വൈരാഗ്യങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ 2 ചിത്രങ്ങൾ സംഘടിച്ച് നിൽക്കുന്നതും ഉണ്ട്, ഉള്ളത് തന്നെതാ.
പക്ഷെ അത് ഞാൻ പറഞ്ഞയച്ചിട്ടുള്ള കുട്ടികളുടെ നേരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഇടപെടാൻ നമ്മുടെ പ്രശ്നം ഇപ്പോ ഈ അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. ഈ വ്യക്തിവൈരാഗ്യങ്ങളുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഈഗോ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് നഷ്ടമായി പോകുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്നൊരു ചിന്ത പലപ്പോഴും അധ്യാപകർക്ക് കൈമോശം വന്നു പോകുന്നില്ലേ? അധ്യാപകർ എന്നുള്ള നിലയിൽ എന്റെ പക്ഷത്തു നിന്ന് അങ്ങനെ ഉണ്ടായതായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഇതുവരെ എന്റെ നേരെ തിരിഞ്ഞിട്ടില്ല. അങ്ങനെ തിരിയാതിരിക്കുന്ന കാലത്തോളം ഞാൻ അവർക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയ അധ്യാപകനാണെന്ന് എനിക്ക് പറയാം. സാറിന്റെ നേരെ തിരഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും വേറെ ആരെങ്കിലും നിലയ്ക്ക് തിരഞ്ഞിട്ടുണ്ടാകാമായിരിക്കാം. അല്ല, അത് വ്യംഗ്യാർത്ഥമാണല്ലോ. അത് ഇത്തരം ചർച്ചയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കേസല്ല. സാറ് പറഞ്ഞു മ്യൂറൽ പെയിന്റിങ്ങും മോഡേൺ പെയിന്റിങ്ങും അവരൊറ്റ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. അതെ, അങ്ങനെ സങ്കലനത്തിലാണ് പഠിത്തം. ഞാൻ പറയട്ടെ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിരവധി സബ്ജക്റ്റുകൾ ഉണ്ടാവും. അത് ഇത്തരത്തിലുള്ള ഈ പുറത്ത് നിന്നുകൊണ്ടുള്ള കടന്നുകയറ്റം കൊണ്ട് അത് വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വിദ്യാർത്ഥി ചിത്രകല പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അവന്റെ സമൂഹത്തിന് അവന്റെ മുന്നിലും പിന്നിലും ഇരുവശങ്ങളിലുമുള്ള എല്ലാ വസ്തുതകളെയും കണ്ടുകൊണ്ടാണ് അവൻ പഠിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള മോഡേൺ ഉണ്ടാവും, ദാരുശില്പങ്ങൾ ഉണ്ടാവും, ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ ഇത് വ്യത്യസ്തമായ പഠന ശൈലി വേണ്ട സബ്ജക്റ്റുകളാണല്ലോ, വ്യത്യസ്ത. തീർച്ചയായിട്ടും അതിന് ഞാൻ യോജിക്കുന്നു. അത് സ്വന്തം അഭിപ്രായമാണ്. അതായത് ഇപ്പൊ ചുമർചിത്രം പോലുള്ള ഒരു കോഴ്സ് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥി, അല്ലെങ്കിൽ പെയിന്റിംഗ് പോലുള്ള മറ്റുള്ള ഏത് കലാശാഖ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും ഫുള്ളി ഇൻവോൾവ്മെന്റ് കിട്ടാൻ നമ്മുടെ ഈ സാഹചര്യം പോരാ. കാരണം നിരവധി സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് സെപ്പറേഷനായിട്ട് കിട്ടുന്ന ഒരു വേദി തന്നെ ഉണ്ടെങ്കിൽ, ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ പക്ഷത്തു നിന്ന് നമ്മൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പലരും അത് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും 6-7 വർഷത്തോളമായിട്ട് ഈ കോഴ്സ് അങ്ങനെ നിലനിൽക്കില്ല. പലരും ഞാൻ കേട്ടിട്ടുണ്ട് പലരും യൂണിവേഴ്സിറ്റിയുടെ പക്ഷത്തുനിന്ന് യാതൊരു സഹകരണമില്ലത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ട സഹകരണങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ കൂടുതൽ സഹകരണങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഇത് വിപുലീകരിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ചുമർചിത്രകല പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി അവന്റെ ശ്രദ്ധ മുഴുവനും ചുമർചിത്രകലയിലേക്കായിരിക്കണം. തീർച്ചയായിട്ടും അത് ചുമർചിത്രകലയെന്നല്ല ഏത് അല്ല. ഇപ്പൊ ഇവിടെ വേറെ പല സബ്ജക്റ്റുകളും ഇതിനിടയ്ക്ക് കുത്തി നിറയ്ക്കുമ്പോ ഈ അവസാനം വിദ്യാർത്ഥി ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലേക്കല്ലേ ചെന്ന് ചേർന്നു. ആദ്യം സബ്ജക്ട് സ്റ്റഡികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോഴത്തെ പുതിയ സിലബസ് അനുസരിച്ച് അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് പെയിന്റിംഗ് മെയിൻ എടുക്കാൻ അല്ലെങ്കിൽ മ്യൂറൽ പെയിന്റിംഗ് മെയിൻ എടുക്കാൻ വരുന്നവൻ ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ഈ കോഴ്സ് ഇപ്പൊ കൺവെർട്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ മുന്നേ അതുണ്ടായിരുന്നില്ല. ഒരു കാര്യം നമുക്ക് സമ്മതിക്കാതെ വയ്യ. കാരണം യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഇങ്ങനെ ഒരു പഠന സവിശേഷത ഇവിടെ കേരളത്തിൽ ആദ്യം ഇവിടെ തന്നെയാണ്. അപ്പൊ അത് ബാലാരിഷ്ടതകൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് മാറ്റിയെടുക്കണമല്ലോ. ഈ ബാലാരിഷ്ടത എന്ന് പറയുന്നത് ഇപ്പോ സ്വാഭാവികമായിട്ട് ജീവിതം മുഴുവൻ ബാലാരിഷ്ടത അതാണ് പറഞ്ഞത്. അതല്ല, ജീവിതം മുഴുവൻ ബാലാരിഷ്ടത എന്ന് പറയാൻ പറ്റില്ല. കാരണം തുടക്കത്തിലുണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളിപ്പോ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാറി വരുന്ന അധികാരികളുടെ താല്പര്യമില്ലായ്മയും ഇതൊക്കെ പ്രശ്നമായിട്ട് വരും. അപ്പൊ അങ്ങനെ ഈ അർപ്പണബോധമുള്ള അധ്യാപകർ എണ്ണത്തിൽ കുറയുകയാണ് എന്നുള്ളതിന് കാരണമായിട്ട് കണ്ടെത്താൻ സാധിക്കും നമുക്ക്. അതൊക്കെ ഉണ്ടാവും, അത് തീർച്ചയാണല്ലോ. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആംഗിളിലൂടെ വേറൊരാൾ നോക്കി കാണുന്നില്ല എന്ന് പറയുന്നത് 1, 2, 3 പ്രാവശ്യം പറഞ്ഞു കൊടുക്കാം. പിന്നെ എങ്ങനെ പറയാൻ പറ്റും? സ്വാഭാവികമായിട്ട് നമ്മൾ ആംഗിൾ കട്ട് ചെയ്തിട്ട് നമ്മളുടെ മാത്രമായ ഒരു ആംഗിളിലായിട്ട് മാറ്റുന്നത് അത് നമ്മുടെ സ്വാർത്ഥമായ താല്പര്യമായിട്ട് മാറും. സ്വാർത്ഥതയല്ല. നമ്മൾ തന്നെ പഴയത് പറയല്ലേ, ആദ്യം ചൊല്ലിക്കൊടുക്കുക, പിന്നെ തല്ലിക്കൊടുക്കുക, പിന്നെ തള്ളിക്കളയുക. അത് സ്വാഭാവികമാണത്. അതിലൊന്നും ഇത്തരത്തിലുള്ളൊരു അന്വേഷണം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അധ്യാപകൻ പരമാവധി വിദ്യാർത്ഥിക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുക. എന്നിട്ട് അവൻ ആംഗിൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ സ്വയം അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലും തെറ്റൊന്നുമില്ല. സ്വയം അന്വേഷിച്ചിട്ട് പുതിയൊരു ആംഗിൾ അവന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോ നമ്മുടെ പഴയ പെരുന്തച്ചൻ കോംപ്ലക്സ് അധ്യാപകർക്കിടയിൽ ഉള്ളെടുക്കില്ലേ? അധ്യാപകർ എന്ന് പറയുമ്പോൾ എല്ലാവരും ചുറ്റപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു കോംപ്ലക്സ് ഒന്നും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ തന്നെയല്ലേ പറയണത്. അവൻ ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് നമ്മളുടെ ആംഗിൾ വരുന്നില്ലെങ്കിൽ പിന്നെ അവനൊരു ആംഗിൾ ഉണ്ട്, അവൻ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോംപ്ലക്സ് ഇല്ലാത്തത് കൊണ്ടാവാം. അതായത് നമ്മൾ അതിനെ അവസാനം അവൻ കണ്ടുപിടിക്കുന്ന ആ ഒരു സ്വതന്ത്രമായ ആംഗിളിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അംഗീകരിക്കണമല്ലോ. അല്ലെങ്കിൽ എന്നും ഒരേ സാധനം ഒരേ ശിഷ്യൻ ഒരു ഗുരുനാഥന്റെ കീഴിലുള്ളത് മാത്രം അതിന്റെ ചുവട് പിടിച്ചല്ലേ വരുള്ളൂ. അത് പഴയൊരു ലിമിറ്റേഷനാണ്. പുതിയ സൃഷ്ടികൾ എത്രയോ വരുന്നുണ്ടെന്ന് അറിയാമോ? ശരിക്കും ഗുരുവായൂർ പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത്
പറഞ്ഞു കൊടുത്തത് മാത്രമാണ് വരുന്നത്. പുതിയൊരു സൃഷ്ടി ഉണ്ടാകുന്നില്ല. മറിച്ച് ഇവിടെ നിന്നും നിരവധി അന്വേഷണങ്ങളാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത റിബൽ ടൈപ്പുള്ള സ്റ്റുഡൻസിൽ നിന്നാണ് പുതിയ സാധനങ്ങൾ ഉണ്ടാകുന്നത്. കാരണം നമ്മളൊരു ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആംഗിൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവനൊരു ആംഗിൾ ഉണ്ട്. ആംഗിളിൽ നിന്നൊരു പുതിയ സൃഷ്ടി ഉണ്ടായിക്കൂടെ? ഞാനതിനെ അംഗീകരിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ അംഗീകരിക്കാത്തവരുണ്ടാവാം. അതുകൊണ്ടാണ് നേരത്തെ ചോദ്യങ്ങൾ വന്നത്. നേരത്തെ ചോദിച്ച ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നതും അതുകൊണ്ട് തന്നെയാണ്. എനിക്കറിയാം അത്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. എനിക്കതിൽ വിജയമുണ്ടെന്നാണ്. പുതിയ സൃഷ്ടികൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത, നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു പുതിയ സാധനം നമ്മുടെ ശിഷ്യൻ ചെയ്യാറുള്ളത്. എപ്പോഴും ഏത് ഗുരുനാഥനും വളരുന്നത് ശിഷ്യന്മാരിലൂടെയാണ്. ഞാൻ ശരിക്കും ഗുരുകുല സ്റ്റൈലിൽ പോകുന്നത് കൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതിൽ കോംപ്ലക്സിന്റെ ആവശ്യമില്ല. പക്ഷേ ഇതിൽ പലവരും തന്നെ ഗുരുനാഥന്മാരും മറന്നു പോകുന്നുണ്ട്. അതായത് ആര് പഠിപ്പിച്ചു. ഇപ്പൊ ഇവിടെ തന്നെ ചില സ്റ്റുഡൻസ് പറയാറുണ്ട്, ഞാൻ എനിക്ക് ഒരാളോടും കടപ്പാടില്ല, അങ്ങനെ പറയുന്നവരുണ്ടാവും. അതൊക്കെ നേരത്തെ പറഞ്ഞ ആ ടഗിന്റെ പുറത്ത് വന്നിട്ടുള്ള ഇതാണ്. അതുണ്ടായിട്ടുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അതുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ചുമർചിത്ര രംഗത്ത് സാറിന്റേതായ എന്തെങ്കിലും സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ടോ? തീർച്ചയായിട്ടും നിരവധിയല്ലേ. എന്താണ് പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഇപ്പൊ തന്നെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ഇടങ്ങളിലാണ് എന്റെ ചിത്രങ്ങൾ ഇടങ്ങുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തില് ശ്രീ പത്മനാഭപുരം, പമ്മിയൂർ ക്ഷേത്രം, പാഴൂർ പടിപ്പുര, പാഴൂർ പെരുന്തൽക്കോവില്, കൊട്ടുപള്ളിക്കാട് ഒരു ക്ഷേത്രം, ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്ത ഒരുപാട് വർക്കുകൾ അവിടെ കിടപ്പുണ്ട്. ഒരു കലാകാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ അവന് കൊടുക്കാൻ പറ്റുന്നത്, ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്നത് അവന്റെ രചനകളാണ്. ഏത് തരത്തിലുള്ള രചനകൾ. അപ്പൊ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ കടന്നു പോയാലും ഞാൻ വരച്ചു വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ എന്നെ ഓർക്കാൻ. ഇപ്പൊ ഞാനൊരു ക്ഷേത്രത്തിന്റെയോ അല്ലെങ്കിൽ പള്ളിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയോ മുന്നിൽ ചെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ നമ്മൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നു അതിന്റെ പിന്നിലുണ്ടായ ആ എഫർട്ടിനെ കുറിച്ച്, അതിന്റെ പിന്നിലുണ്ടായിരുന്ന എത്ര പേരിനെ കുറിച്ച്. ഒരു നല്ലൊരു ക്ഷേത്രം കാണുകയാണെങ്കിൽ, ഒരു നല്ല ചിത്രം കാണുകയാണെങ്കിൽ ആ ചിത്രം വരച്ചിട്ടുള്ള ആ ടൈം, അത് ആരായിരിക്കും, എന്തായിരിക്കും, അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇനി വരുന്ന തലമുറയിലെ ആരെങ്കിലും ഇതേപോലെ ക്രൈസുള്ള ആരെങ്കിലും എന്റെ ചിത്രങ്ങളുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ അവൻ എപ്പോഴെങ്കിലും എന്നെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഞാനതിന് ഭാഗ്യം ചെയ്തവനാണെന്ന് വിശ്വസിക്കുന്നത്. ഡ്രീം പ്രൊജക്ട് എന്താണ്? അതൊരു റെസിഡൻഷ്യൽ ഗാലറിയാണ്. കാരണം ഞാൻ എന്റെ വീട് തന്നെ ഞാനിപ്പോ ചുമർ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുക. ഇവിടെ ഇപ്പൊ ഇത്ര ഏരിയ ഉണ്ടെങ്കിലും ഇതിന് മുഴുവൻ ഒരു 45ഓളം പെയിന്റിങ്ങുകൾ പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും മാത്രം ഉണ്ടായിരുന്ന ആ ശൈലിയിലുള്ള ചിത്രങ്ങള് ഞാൻ എന്റെ വീട്ടിലേക്ക് നിറയ്ക്കണം. ഇപ്പൊ ആർക്കും വന്ന് കാണാവുന്ന രീതിയിൽ നിരവധി പേര് ഇവിടെ വരുന്നുണ്ട് ഈ ചിത്രങ്ങൾ കാണാനായിട്ട്. ഇനി ഒരു എക്സിബിഷനും കൂടിയാണ്, അത് ഇത്തിരി ടൈം എടുക്കും. അതുകൊണ്ടാണ് അത് നടക്കാൻ പറ്റാത്തത്. ഈ ഏരിയയിൽ ഇത്ര ചിത്രങ്ങൾ ആദ്യമായിട്ട് കേരളത്തിലെ ഒരു റെസിഡൻഷ്യൽ ആർട്ട് ഗാലറി ഉണ്ടാക്കുന്നത് ഞാനാണ്. ആ സ്വപ്നത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടോ? പ്രചോദനം എന്ന് പറഞ്ഞാല് എന്റെ ചിത്രങ്ങൾ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ പണ്ടും വന്നിരുന്നു. പക്ഷെ അന്നത്തെ എന്റെ അവസ്ഥയില് ചിത്രങ്ങൾ എടുക്കുന്ന കട്ടിന്റെ കീഴിൽ നിന്നും ഒരു കലാകാരന്റെ അന്നത്തെ മാത്രമല്ല, ഒരു കലാകാരന്റെ അവസ്ഥ കേരളത്തില് എന്തായാലും വളരെ വളരെ ദയനീയമാണ്. അപ്പൊ ഒരാൾ ചിത്രം കാണാൻ വരുമ്പോൾ ചുരുട്ടി വെച്ച ചിത്രങ്ങൾ കട്ടിന്റെ അടിയിൽ നിർത്തുന്നു 5000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനതിന് വാല്യൂ ചെയ്യില്ല. പക്ഷെ ചിത്രം കാണാനുള്ള ഒരു മൂഡും ഉണ്ടാവില്ല. മറിച്ച് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചിത്രം കാണാൻ ശരിക്കും ഒരു ഗാലറി മൂഡില് ഒരു ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചിത്രങ്ങൾ കാണാൻ പറ്റുന്ന ഒരു കാലം എന്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു. ഞാനത് ഏകദേശം സാക്ഷാത്കരിച്ചു എന്നുള്ള ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. ഈ സംസ്കൃത സർവകലാശാല പോലുള്ള സ്ഥാപനങ്ങള് ഇതുപോലെ ഒരു പദ്ധതി നടപ്പാക്കിയാൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ നല്ല പ്രചോദനം, നല്ലൊരു പ്രതികരണം കിട്ടൂല. യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് അഭിപ്രായങ്ങളുടെ ഒരു കേന്ദ്രീകൃത ബിന്ദുവാണ് യൂണിവേഴ്സിറ്റി. ഒരാളുടെ തീരുമാനങ്ങളല്ല. ഇനി ഒരാളെ തീരുമാനം എടുത്താൽ പോലും ഒരുപാട് ആൾക്കാർ അതിനെ വിമർശിക്കാനുണ്ടാവും. അപ്പോൾ അത് എത്രത്തോളം വിജയം കൊയ്യുന്നു. ചുമർചിത്ര കലാകാരൻ എന്ന നിലയിൽ സാറിന്റെ അഭിപ്രായം എന്താ? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു സ്ഥലങ്ങള് ഒരു ഗാലറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഗാലറിയിലെ ഒരു കാവൽക്കാരനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ കാഴ്ചക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. കാഴ്ചക്കാരൻ എന്ന് വെച്ചാൽ ആവശ്യക്കാരനാണ്. ആവശ്യക്കാരനെ കേന്ദ്രീകരിക്കാൻ ഒരു പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് പറ്റുമെന്ന് വെച്ചാൽ എന്റെ ചിത്രങ്ങൾ കാണാൻ മനസ്സുള്ള ഒരാളുണ്ടെന്ന് കണ്ടാൽ ഞാൻ അവനെ പോയി വിളിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ എന്നെ ചിത്രങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെട്ട് വിളിക്കുന്നവരുടെ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പൊ ചിത്രങ്ങൾ ഞാൻ ആദ്യമൊന്നും വീട്ടിലൊരു പുസ്തകം വെക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ആൾക്കാർ വരുന്നു, ആവശ്യക്കാർ വരുന്നു, കാണുന്നു, നല്ല അഭിപ്രായം പറയുന്നു, തോളത്ത് കെട്ടിക്കൊണ്ട് പോകുന്നു.
ഇതൊക്കെ കാണുമ്പോൾ നമ്മള് മാറി മനസ്സ് മാറുന്നു. ആൾക്കാരെ വിളിക്കാനും ചിത്രങ്ങൾ കാണിക്കാനും ചിത്രങ്ങൾ കണ്ടു അവർ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഏകദേശം ഒരു ചിത്രം വരച്ചതുപോലെ തന്നെയാണ്. ഇന്ദുലേഖയെ പെയിന്റിംഗ് ആക്കുന്ന സാറിന്റെ അഭിപ്രായം? അത് ഏറ്റവും വലിയൊരു മോഹമാണ് അത്. കാരണം ഇന്ദുലേഖ ഒരു നിശ്ചിതമായിട്ട് ഒതുക്കാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഒരു നീണ്ട ഒരു നീളത്തിൽ വരുന്ന, അതായത് തുടർച്ചയായിട്ട് വരുന്ന ഒരു കഥാസന്ദർഭമാണ്, ഒരു പുസ്തകമാണ്. ഈ പുസ്തകം വരക്കണമെന്ന് ഞാൻ ക്യാൻവാസ് മേടിച്ചു വെച്ച് ഇരിപ്പുണ്ട്. പക്ഷെ ക്യാൻവാസിലേക്ക് വരച്ചു കഴിഞ്ഞാണെങ്കിൽ ഇത് വെക്കാനുള്ള ഒരു ഇടവും കൂടി നമുക്ക് വേണമല്ലോ. ഒരാൾ സ്പോൺസർ ചെയ്യുന്നില്ല, സ്പോൺസറേയും കൂടി കിട്ടണം. കാരണം ഒരു കുറച്ച് സംഖ്യ കൊണ്ട് വരക്കാവുന്ന ഒരു കേസല്ല അത്. തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ചിത്രം പോലെ വിറ്റ് പൈസ ആക്കാനും പറ്റില്ല. ഇതിന് കൃത്യമായൊരു ഇടം വേണം. ഞാൻ ആദ്യം നമ്മുടെ സാഹിത്യ അക്കാദമിയിലേക്ക് ചോദിച്ചിരുന്നു. അപ്പൊ അന്നത്തെ പലയിടങ്ങളിലും പല അധികാരികളും ശരിക്കും അതിന്റെ താല്പര്യമുള്ളവരല്ല. ഞാൻ ഈ ഇന്ദുലേഖ കേരളത്തിലെ മലയാളത്തിന്റെ ആദ്യത്തെ നോവലാണ്. ഇതിനെ ഞാൻ ചിത്രം ശൈലിയിൽ വരക്കട്ടെ. അപ്പൊ ആദ്യം തന്നെ അദ്ദേഹത്തിന് എന്നെ പരിചയമില്ല. ഇന്നല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം. പിന്നെ അങ്ങനെ പരിചയമില്ലാത്ത ഒരാളെ കൊണ്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു സംഭവത്തിന് സാഹിത്യ അക്കാദമിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നീട് ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലേക്ക് എഴുതി. അനന്തമൂർത്തി സാറായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ വലിയ താല്പര്യത്തിലൊക്കെ പറഞ്ഞു വരുന്നെങ്കിലും പിന്നീട് നടന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം ഞാനിപ്പോ ഇടം നോക്കുന്നില്ല, വരക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു വ്യക്തിപരമായ ചോദ്യം കൂടി. സാധാരണ കലാകാരന്മാരുടെ കുടുംബത്തില് ദാമ്പത്യമെന്ന ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം കലാകാരന് വീട് നോക്കിയപ്പോഴും സമയം കിട്ടൂല, പലപ്പോഴും യാത്രയിലായിരിക്കും. സാറിന്റെ അനുഭവത്തിൽ എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. കാരണം ഞാനൊരാൾ വിചാരിച്ചാൽ ഈ ഗാലറി ഇതേപോലെ, ഈ വീടും ഇതേപോലെ ഗാലറി സെറ്റപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരോട്, പെയിന്റിങ് കാണാൻ വരുന്നവരോട് ഒരു ദുർമുഖം കാണിക്കുന്ന ഒരു ഭാര്യയാണ് എനിക്കുള്ളതെങ്കിലും ഈ കാര്യം പ്രാക്ടിക്കൽ ആവില്ല. ഇപ്പൊ എന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് ഇവിടെ ഒരു ജപ്പാനിൽ നിന്ന് ഒരു സ്ത്രീ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, ആ ലേഡിയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് ഊണ് കഴിച്ചാണ് പോയത്. അത് ഊണ് കൊടുക്കുക എന്നുള്ളതും അതൊന്നും ഇവിടെ വരുന്നവരെയും ചിന്തയില്ല. അപ്പൊ വന്നിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് വിടാന്നുള്ളത് എന്റെ ഭാര്യയുടെ ഒരു മനോധർമ്മമാണ്. അപ്പൊ അത് ഏകദേശം ഞങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇതുവരെ. നാളെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയുന്നവനുമായിരിക്കണം യഥാർത്ഥ കലാകാരൻ. ഒപ്പം തന്നെ ആ കലാകാരന് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഈ സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് കൂടി ഈ ചർച്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും നേരം നേർക്കാഴ്ചയിലൂടെ നമ്മളോട് സംസാരിച്ച ശ്രീ സാജു തുരുത്തലിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം.